നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ നഗരസഭാ സ്റ്റേഡിയം നവീകരണ പ്രവൃത്തി ആരംഭിച്ചു. MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു സന്തോഷത്തിന്റെ ദിനത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച തിരൂർ മുനിസിപ്പൽ കൗൺസിലിന്റെ ശ്രമഫലമായി തിരൂരിൽ തുടക്കം കുറിച്ച രാജീവ് ഗാന്ധി മെമ്മോറിയൽ സ്റ്റേഡിയം കുറേ കാലത്തെ അതിൻ്റെ പരിക്കുകൾക്കൊക്കെ ശേഷം അത് ഉപയോഗശൂന്യമായ ഒരു തലത്തിൽ കിടക്കുന്നൊരു സന്ദർഭമായിരുന്നു. വലിയ പ്രതീക്ഷയോടുകൂടി ഇതിനു വേണ്ടി സർക്കാരിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചു ലഭ്യമാക്കിയെങ്കിലും അത് കൈകളിലേക്ക് എത്താൻ ചില തടസ്സങ്ങളും താമസങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോഴും അത് കിട്ടാതെ തന്നെ ഒരു മരീചിക പോലെ കിടക്കുന്ന ഒരു സന്ദർഭമാണ്. ഇവിടുത്തെ കായിക പ്രേമികളുടെയും മുനിസിപ്പൽ കൗൺസിലിൻ്റെയും ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ വ്യക്തികളുടെയും ഒക്കെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ പ്രാവശ്യം ലഭ്യമായ MLAക്ക് ലഭ്യമായ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപ അവരുടെ ആവശ്യപ്രകാരം അനുവദിക്കുകയും അതിനോടൊപ്പം തന്നെ മുനിസിപ്പൽ കൗൺസിൽ 2 കോടി കൂടി വകയിരുത്തുകയുണ്ടായി. ഇങ്ങനെ ഈ 4 കോടി രൂപയുടെ പ്രവൃത്തി നമ്മുടെ ഈ സ്റ്റേഡിയത്തിൽ ഇന്നു മുതൽ ആരംഭിക്കാനിരിക്കുകയാണ്. ഇവിടെ മൈതാനി കളിസ്ഥലം ഭംഗിയായി പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് സുന്ദരമാക്കിയെടുക്കാൻ വേണ്ട തുക നമ്മുടെ മുനിസിപ്പൽ കൗൺസിലാണ് നീക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഇപ്പോൾ നിലവിലുള്ള ട്രാക്ക് തകർന്നിട്ടുണ്ട്. 6 വരിപ്പാതയാണ് ഉള്ളത്. അത് 8 വരിയുള്ള ട്രാക്കാക്കി മാറ്റി ആധുനിക രീതിയിൽ സജ്ജീകരിക്കുവാനുള്ള തുകയാണ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിങ്ങളുടെ ആവശ്യപ്രകാരം അനുവദിച്ചിട്ടുള്ളത്. ഈ 2 തുകയും കൂടി ഇതിൻ്റെ അകത്തളം ഭംഗിയാക്കാൻ പരമാവധി നമുക്ക് വിനിയോഗിക്കാൻ കഴിയും. മുനിസിപ്പൽ കൗൺസിൽ ഇനിയും ഫണ്ടൊക്കെ അനുവദിക്കാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചെയർപേഴ്സൺ നിങ്ങളോട് സംസാരിക്കും. എങ്ങനെയായിരുന്നാലും നിങ്ങളുടെ ജനങ്ങളുടെ ഈ പ്രദേശത്തെ ബഹുജനങ്ങളുടെ മുഴുവൻ പിന്തുണയും സഹകരണവും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നമുക്ക് നിങ്ങളുടെയൊക്കെ പ്രതീക്ഷയ്ക്കനുസരിച്ച് തന്നെ ഇതൊരു ദേശാന്തരീയ തലങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്ന അത്തരത്തിലുള്ള കളിക്കാരെ ആകർഷിപ്പിക്കുന്ന അത്തരത്തിലുള്ള മാച്ചുകളൊക്കെ സംഘടിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് നമുക്ക് ഉയർത്തി കൊണ്ടുവരേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഒരു തുടക്കമാണ് ഈ ഫണ്ട് മുനിസിപ്പൽ കൗൺസിലും MLA എന്ന നിലക്ക് നിങ്ങളുടെ സുഹൃത്ത് എന്ന നിലക്ക് എനിക്കും വകയിരുത്താൻ സാധിച്ചിട്ടുള്ളത്. തിരൂർ നഗരസഭ 1,10,00,000 രൂപയും MLA ഫണ്ട് 2 കോടിയും ഉപയോഗപ്പെടുത്തിയാണ് തിരൂർ നഗരസഭ തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരിക്കുന്നത്. ഫുട്ബോൾ ഗ്രൗണ്ട് നവീകരണം, സിന്തറ്റിക് ട്രാക്ക് നവീകരണം, കുടിവെള്ളക്കിണർ, വാട്ടർ ടാങ്ക്, സ്റ്റേഡിയത്തിൽ ജലസേചനത്തിനാവശ്യമായ സ്പ്രിംഗ്ലർ സ്ഥാപിക്കൽ, സ്റ്റേഡിയം നടപ്പാത, ഹാപ്പിനെസ് പാർക്ക്, പവലിയൻ, ടോയ്ലറ്റ് എന്നിവയുടെ നിർമ്മാണവും പ്രവൃത്തിയുടെ ഭാഗമായി നടക്കും. വളരെയധികം സന്തോഷത്തോടെയാണ് ഇന്ന് ഈ പ്രവൃത്തി ഉദ്ഘാടനം നടത്തുന്നത്. കാരണം തിരൂർ നഗരസഭാ കൗൺസിൽ 4 വർഷം പിന്നിടുകയാണ്. ഇനി ഒരു കാത്തിരിപ്പിന് നമുക്ക് സമയമില്ല. വളരെ അടിയന്തിരമായി തിരൂരിലെ കായിക പ്രേമികളുടെ ആവശ്യപ്രകാരം സ്റ്റേഡിയം നല്ല രീതിയിൽ നവീകരിച്ച് തുറന്നു കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനോട് അനുബന്ധപ്പെട്ടാണ് ഇന്ന് തന്നെ പ്രവൃത്തി ഉദ്ഘാടനം വെച്ചിട്ടുള്ളത്. നമ്മളുടെ ടറഫിൽ നാച്ചുറൽ പുല്ല് നടുകയും അതോടൊപ്പം തന്നെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 കോടി രൂപയോളം തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് ഇതിന്റെ ട്രാക്ക് 8 വരിയാക്കി മാറ്റുകയും അതോടൊപ്പം ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ ഏതാണ്ട് ടേക്ക് എ ബ്രേക്ക് 20 ലക്ഷം രൂപ ചെലവാക്കി നഗരസഭയുടെ ടേക്ക് എ ബ്രേക്ക് യൂണിറ്റ് സ്റ്റേഡിയത്തിൽ റെഡിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം പുറത്ത് നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. ഇനി 30 ലക്ഷം രൂപ വകയിരുത്തി സ്റ്റേഡിയത്തിന്റെ പുഴയോരത്തിന്റെ സൈഡ് കെട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് കുടിവെള്ള സൗകര്യം ഒരുക്കുന്നതിന് 15 ലക്ഷത്തോളം രൂപ ചെലവാക്കി അതിന്റെ കിണർ നിർമ്മാണം ആരംഭിക്കാനായി. അങ്ങനെ ഒട്ടനവധി സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 4 കോടി രൂപയുടെ നവീകരണ പദ്ധതികൾക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. വളരെയധികം സന്തോഷത്തോടെ എല്ലാവരുടെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി സ്റ്റേഡിയത്തെ തിരൂരിലെ കായിക പ്രേമികൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് നല്ല രീതിയിൽ മാറ്റിയെടുത്ത് കൊടുക്കണമെന്നാണ് ഈ കൗൺസിൽ ആഗ്രഹിക്കുന്നത്. നമുക്ക് അസാധ്യമായതൊന്നുമില്ല, എല്ലാം സാധ്യമാക്കണം, ഘട്ടം ഘട്ടമായി നടപ്പാക്കണം എന്നാണ് നഗരസഭയുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങളിൽ സാമ്പത്തിക പരാധീനതകളോ അന്യായമായ ഇടപെടലുകളോ അനുവദിക്കില്ല. അതിന്റെ ആവശ്യവും നഗരസഭയ്ക്കില്ല. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളാണ്. കായിക പ്രേമികൾക്ക് വേണ്ടി, കായിക താരങ്ങൾക്ക് വേണ്ടി ഉള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. MLA സംബന്ധിച്ചിടത്തോളം കൗൺസിലിന്റെ വികാരത്തോടൊപ്പം കൗൺസിലിലെ ആവശ്യങ്ങളോടൊപ്പം ഞങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതും ബഹുജനങ്ങളുടെ പരിപൂർണമായ പിന്തുണയും ജനപ്രതിനിധികളുടെയും പൗരപ്രമുഖരുടെയും സാധാരണക്കാരുടെയും സ്പോർട്സ് പ്രേമികളുടെയും കൈമെയ് മറന്നുള്ള പിന്തുണയുമാണ് ഈ കൗൺസിലിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും
വികസന പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് ശക്തി പകരുന്നത്. തീർച്ചയായും ഈ വികസന പ്രവർത്തനം സാധ്യമാകുന്നതോടുകൂടി ദേശീയ മത്സരങ്ങളും അന്തർദേശീയ മത്സരങ്ങളും ഒക്കെ കളിക്കാൻ പാകത്തിലുള്ള ഒരു സ്റ്റേഡിയമായും 8 ട്രാക്ക് വരുന്നതോടുകൂടി മറ്റേ നമ്മുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള മത്സരങ്ങൾ പോലും നടത്താൻ നമുക്ക് പ്രാപ്തമാവുകയും ചെയ്യും. ഈ സ്റ്റേഡിയത്തിന് പല നിയന്ത്രണങ്ങളും പല പരിമിതികളോടുകൂടി ഇതിന് വികസന പ്രവർത്തനം സാധ്യമാക്കി തരാമെന്ന നിർദ്ദേശങ്ങൾ വന്നു. പക്ഷെ അതൊക്കെ സാധാരണക്കാർക്ക് അപ്രാപ്യമായിക്കൊണ്ട് ഗേറ്റുകൾ അടച്ചിട്ടുകൊണ്ടാണ് ഇനി നാളെ ഇതിന്റെ അകത്തേക്ക് പ്രവേശിക്കുക എന്നുള്ള ഒരു അപൂർവ നിബന്ധനകൾ അംഗീകരിക്കാൻ നഗരസഭയ്ക്ക് സാധ്യമല്ല. കാരണം നഗരസഭ നിലകൊള്ളുന്നത് സാധാരണക്കാരുടെയും ജനങ്ങളുടെയും കൂടെയാണ്. അവർക്ക് വേണ്ടി മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴത്തെ നഗരസഭാധ്യക്ഷ AP നസീമയായാലും ഇനി വരുന്ന ഏത് ചെയർമാനായാലും അവർക്ക് നഗരസഭാ സ്റ്റേഡിയത്തിലുള്ള കൗൺസിലിന്റെ പരമാധികാരത്തെ പണയം വെക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് നന്ദി കുറിച്ചുകൊണ്ട് നമ്മുടെ MLA മനസ്സിലിരിപ്പും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ നിർദ്ദേശവും അത് തന്നെയാണ്. ബഹുമാനപ്പെട്ട MLA, നഗരസഭാ ചെയർപേഴ്സൺ, മറ്റ് നഗരസഭാ കൗൺസിലർമാർ, ബഹുമാനമായിട്ടുള്ള തിരൂരിലെ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. രാജീവ് ഗാന്ധി സ്റ്റേഡിയം തിരൂർ നഗരസഭയുടെ, തിരൂരിലെ ജനാവലിയുടെ ഏറ്റവും വലിയ ഒരു അസറ്റാണ്. ആ അസറ്റിനെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നഗരസഭാ കൗൺസിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം. ആ ഒരു കർത്തവ്യം നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA കൂടി നേതൃത്വത്തിൽ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ ബഹുമാനമായിട്ടുള്ള MLA ചെയർപേഴ്സൺ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഗ്രൗണ്ടിന്റെ നവീകരണത്തോടുകൂടി തുടങ്ങുന്നു. തുടർന്ന് അതിനുശേഷം നമ്മുടെ ട്രാക്കും അതിനോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഇതിന്റെ പുറത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നടപ്പാത. തിരൂർ മുനിസിപ്പൽ നഗരസഭയിലെ നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായൊരു ദിനമാണ് ഇന്ന്. ഇവിടെ വളരെ നമ്മുടെ ടൗണിന്റെ ഹൃദയഭാഗത്ത് ഇവിടെ നമ്മുടെ സ്റ്റേഡിയം ഗ്രൗണ്ടിന്റെ നവീകരണം പ്രവർത്തനത്തോടനുബന്ധിച്ച് വലിയൊരു പദ്ധതിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇവിടുത്തെ ആരോഗ്യപരമായ കാര്യങ്ങളും കൂടി നമുക്കറിയാം. ഇവിടുത്തെ ആയിരക്കണക്കിന് ആളുകൾ ദിവസേന വന്ന് രാവിലെയും വൈകുന്നേരമായി ഇവിടെ അവരുടെ ഈ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ അതിനൊക്കെ നമ്മൾ ഇന്ന് വളരെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മളെ രാജ്യത്ത് അഭിമുഖീകരിക്കുന്ന ഈ ലഹരിയുടെ വ്യാപനവും അതുപോലെ അതിൻ്റെ ആക്രമണത്തിനൊക്കെ ഒരു പരിധിവരെ നമുക്കതിനെ കീഴ്പ്പെടുത്താനുള്ള ഏക മാർഗം നമ്മുടെ കുട്ടികളായാലും നമ്മൾ ആൾക്കാരെ ആരോഗ്യപരമായ ഈ ഒരു ഇതിലേക്ക് താല്പര്യപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് ഒരു വലിയ ലക്ഷ്യമാണ്. തിരൂർ സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം തിരൂർ പരിസരവാസികൾക്കും തിരൂരിലെ ജനങ്ങൾക്കും പ്രഭാത സവാരിക്കും അതേപോലെ കായിക പ്രവൃത്തികൾക്കും മറ്റും ഏറ്റവും ഉചിതമായ ഒരു അത്താണിയായിരുന്നു നമ്മുടെ തിരൂർ സ്റ്റേഡിയം. നവീകരണ പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ അധ്യക്ഷ AP നസീമ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ P രാമൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK അബ്ദുൽ സലാം, വാർഡ് കൗൺസിലർമാരായ K അബൂബക്കർ, മറ്റു കൗൺസിലർമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PKK തങ്ങൾ, കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി, യാസർ പയ്യോളി, PV സമദ്, K ഷാഫി ഹാജി, AK സൈദാലിക്കുട്ടി, V മൊയ്തീൻകുട്ടി, CV വിമൽകുമാർ, അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംബന്ധിച്ചു.